IPL-നെ മാറ്റിമറിക്കുന്ന പല തീരുമാനങ്ങളും അരങ്ങേറിയ ഒരു വർഷമാണ് ഇത്തവണത്തേത്. അതിലേറ്റവും അധികം ആരാധകരെ അമ്പരപ്പിച്ചതും നിരാശരാക്കിയതും മുംബൈ ഇന്ത്യൻസ് എടുത്ത ഒരു തീരുമാനമായിരുന്നു. അവരെ 5 തവണ കിരീടത്തിലേക്ക് നയിച്ച രോഹിത് ശർമ്മ എന്ന നായകനെ പുറത്താക്കി പകരം ഹാർദിക് പാണ്ഡ്യയെ പുതിയ നായകനാക്കി. ആരാധകർക്കൊരിക്കലും അംഗീകരിക്കാനാവാത്ത ഒരു നടപടിയായിരുന്നു മുംബൈയുടേത്. കാരണം ഇതിഹാസങ്ങൾ ഏറെ ഉണ്ടായിട്ടും ഒരു IPL കിരീടം പോലും നേടാനാവാതെ തല കുനിച്ചു നിന്ന ഒരു കാലമുണ്ടായിരുന്നു മുംബൈ ഇന്ത്യൻസിന്. ആ നാണക്കേട് മാറ്റിയതും IPL-ലെ ഏറ്റവും മികച്ച ടീമായി അവരെ മാറ്റിയെടുത്തതും രോഹിത് ശർമ്മയാണ്. എന്നിട്ടും ആ നായകനെ മുംബൈ നിഷ്കരുണം മറന്നു. പകരം നായകനാക്കിയതാവട്ടെ അവസരം കിട്ടിയപ്പോഴെല്ലാം മുംബൈയെ അപകീർത്തിപ്പെടുത്തിയ ഹാർദിക്കിനെയാണ്. ഈ തീരുമാനം ആരാധകർക്ക് അംഗീകരിക്കാനായില്ല. അവർ കൂട്ടത്തോടെ ടീമിനെ അൺഫോളോ ചെയ്തു. ലക്ഷക്കണക്കിന് ആരാധകരാണ് മുംബൈയോട് ബൈ പറഞ്ഞത്. ഈ തീരുമാനത്തോടെ രോഹിത് മുംബൈ വിട്ടേക്കുമെന്ന് നേരത്തെ റൂമറുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ IPL-നെ പിടിച്ചുകുലുക്കുന്ന ഒരു വലിയ ട്രേഡിന് കളമൊരുങ്ങുകയാണ്. ഇന്ത്യൻ ടീമിന്റെ ഭാഗമായ 2 സീനിയർ താരങ്ങൾ മുംബൈ ഇന്ത്യൻസ് വിടുമെന്നാണ് റിപ്പോർട്ട്. അതിൽ ഒരു താരം ട്രേഡ് ചെയ്യപ്പെടുക CSK-യിലേക്കായിരിക്കുമെന്നും പറയപ്പെടുന്നു. രോഹിത് ശർമ്മയും ജസ്പ്രീത് ബുംറയുമായിരിക്കും മുംബൈ വിടുകയെന്നാണ് സൂചന. ഇതിൽ ചെന്നൈ ലക്ഷ്യം വെക്കുന്നത് രോഹിത്തിനെയാണ്. ഡൽഹി, ഗുജറാത്ത് എന്നിവർ ബുംറയ്ക്ക് പിന്നാലെയുമുണ്ട്. ഈ ട്രേഡിനെ കുറിച്ച് സൂചന നൽകിയത് CSK-യുടെ ഉന്നത വൃത്തങ്ങളാണ്. അതിനാൽ IPL-നെ പിടിച്ചുകുലുക്കുന്ന ഒരു ട്രേഡ് നടന്നേക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ.